Ladies and gentlemen, we now have a skit for the boys and girls from St. Thomas Orthodox Church. This is a story of one of the Malankara Orthodox Church's most famous saints, Givargis in Malayalam or St. George. The skit is set in the lovely kingdom of Selina. The story goes that the peace of the kingdom is shattered by an evil dragon. The dragon demanded that the kingdom provide a virgin, as they do, once a week, whose blood it needed. Many young women lost their lives until it was the king's own daughter, the princess's turn to be sacrificed. The story shows how St. George saved the kingdom and its princess, yet again a win of good over evil. The children have included some interesting songs and works of art to keep you interested. So sit back, relax and watch St. George and the Dragon. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവവും കർത്താവും രാജാവുമായ സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് നാശോന്മുഖമായ ആഗ്രഹങ്ങളെ വിട്ടെറിഞ്ഞ് അങ്ങ് ദാനമായി തന്ന ഈ ദിനത്തിൽ അവിടുത്തോട് ചേർന്ന് ആരാധിക്കുവാൻ ഈ സമയമൊരുക്കിത്തന്ന എന്റെ ദൈവത്തിന് നന്ദി, നന്ദി. യേശുനാഥ, നന്ദി. ഗീവർഗീസേ, ഉണര്, ഉണർന്നെഴുന്നേൽക്കൂ. നിന്റെ പ്രാർത്ഥനയിലും എന്നെ പ്രതി നീ സഹിക്കുന്ന പരിഹാസങ്ങളിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമിത ആഗതമായിരിക്കുന്നു. നീ ഉടൻ തന്നെ സെലീന എന്ന ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ വചനം പ്രഘോഷിച്ച് ആ ജനതയെ മാനസാന്തരപ്പെടുത്തി പരസ്പര സ്നേഹം വളർത്തി എളിമപ്പെടാൻ പഠിപ്പിക്കുക. തിരുമനസേ, ഈ ഗ്രാമത്തിന്റെ സന്തോഷം കെടുത്തി സ്വൈര്യവിഹാരം നടത്തുന്ന ആ സത്വത്തിന്റെ ചെയ്തികളോർത്ത് അങ്ങിങ്ങനെ ആകുലപ്പെടാതെ. എങ്ങനെ ആകുലപ്പെടാതിരിക്കും? രണ്ടു നാളായി മനസ്സിൽ അശുഭ ലക്ഷണങ്ങൾ മാത്രമാണ് തെളിഞ്ഞു വരുന്നത്. വന്ദനം തിരുമനസേ. കാര്യങ്ങൾ അറിയാൻ നമുക്ക് തിടുക്കമായി മന്ത്രി. സെലീന ഗ്രാമത്തിൽ ആധിപത്യം ഉറപ്പിച്ച് ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്ന ഭീകരസത്വത്തെ പിടിച്ചുകെട്ടി തിരുമനസിന് മുന്നിൽ കൊണ്ടുവരുവാൻ യുദ്ധവീരന്മാരായ സൈനികരെയാണ് നാം അയച്ചിരിക്കുന്നത്. ഹേ സർപ്പമേ, നിനക്കിവിടെ എന്ത് കാര്യം? എന്തിനീ നാശം വിതയ്ക്കുന്നു? ഇത് നമ്മുടെ രാജ്യമാണ്. ഇതിപ്പോൾ എന്റെയും രാജ്യമാണ്. നിന്റെ പ്രജകൾ എന്റെ ഭക്ഷണം. അത് നാം അനുവദിക്കില്ല. നീ എത്രയും വേഗം ഈ ഗ്രാമം വിട്ടു പോകണം. ഇവിടെ വിഹരിക്കുന്നതിന് നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. എന്നെ തുരത്താനോ നിയന്ത്രിക്കാനോ കഴിവുള്ള ഒരു ശക്തിയും ഈ ഗ്രാമത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ട് പോവുകയുമില്ല. ഈ ഗ്രാമം ഭരിക്കുന്ന രാജാവിനോടാണോ നിന്റെ ധിക്കാരം? നിന്റെ നാം നാം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് നീ തരുമെങ്കിൽ, ഒരു ഉടമ്പടിയിലെത്തുമെങ്കിൽ പിന്നെ എന്റെ ശല്യം ഉണ്ടാവില്ല. ശരി, എന്താണ് നിന്റെ ആവശ്യം? എന്റെ വിശപ്പടക്കാൻ വേണ്ട ആളുകളെയും ദിവസേന ഓരോ കന്യകയെയും മുഖാമുഖത്ത് എത്തിച്ചു തരുമെങ്കിൽ നാശം വിതയ്ക്കാൻ ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങില്ല. എന്ത്? കന്യകയോ? അത് നടക്കില്ല. എങ്കിലൊരു ഉടമ്പടിക്ക് ഞാനുമില്ല. എനിക്കാവശ്യം കന്യകയുടെ രക്തമാണ്. നീ അത് നൽകിയില്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ ഇറങ്ങും. പക്ഷേ ദിവസേന എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ നിനക്കായി ഒരു കന്യകയെ നാം തന്നിരിക്കും.
ഇനി നീ ഗുഹാമുഖത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉടമ്പടി തെറ്റിച്ചാൽ பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கீவருகிசே. பெரியோர் புதுப்பள்ளி தன்னில் வாழும் பொன்கீவருகிசே. பால்வர்ண குதிரையிலேறி நாயாடான் போயொரு நேரம். பால்வர்ண குதிரையிலேறி நாயாடான் போயொரு நேரம். താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി. താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി. കണ്ടുടനെ സദാ താനും കൊണ്ടാടി പുഞ്ചിരി തൂകി. കണ്ടുടനെ സഹദാ താനും കൊണ്ടാടി പുഞ്ചിരി തൂകി. മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ. മാതാവേ മരതകമേ വലഞ്ഞല്ലോ അടിയാർ ഞങ്ങൾ. ശൂലമേടുത്തു കുത്തി നാഗത്തിൻ വാ പിളർന്നു. ശൂലമേടുത്തു കുത്തി നാഗത്തിൻ വാ പിളർന്നു. മുത്തുക്കൂട പിടിച്ചു രത്നത്താൽ ഉയർത്തി പിന്നെ. മുത്തുക്കൂട പിടിച്ചു രത്നത്താൽ ഉയർത്തി പിന്നെ. പുകൾപെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും പൊൻകീവറുകിസേ. 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 പുകൾപെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴും. ഏതനർത്ഥങ്ങളിലും സധൈര്യം ദൈവത്തിന്റെ വഴികളിലേക്ക് നോക്കി നിൽക്കുവാനുള്ള കൃപയാണ് വിശുദ്ധി. ആ വിശുദ്ധി കൈവരിക്കാൻ ശരീരത്തെ വിട്ടുകൊടുത്ത് ആത്മാവിനെ രക്ഷിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവം അതിനുള്ള ശക്തിയും സമാധാനവും കൊടുത്ത് മഹത്വത്തിന്റെ കവാടം തുറന്ന് വിശുദ്ധ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തും. ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ പീഡനങ്ങളിൽ തളരാതെ യേശുവിനോട് ചേർന്ന് തന്റെ ശരീരം ചാട്ടവാറിന്റെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയും ചുട്ടുപഴുത്താണികൾ കാൽവെള്ളയിൽ അടിച്ചു കയറ്റിയും എരിയുന്ന തീജ്വാലയിലേക്ക് എടുത്തെറിഞ്ഞ് സഹദായെ പീഡിപ്പിച്ചപ്പോഴും സത്യദൈവത്തിന്റെ കരങ്ങൾ സംരക്ഷണവും കരുതലോടെ വീണ്ടും കൈപിടിച്ച് നടത്തുകയാണ്.
നിന്റെ ധീരത നാം അംഗീകരിക്കുന്നു. ഇതുവരെ നീ ചെയ്തതെല്ലാം നിന്നോട് നാം ക്ഷമിക്കും. സ്ഥാനമാനങ്ങളും പണവും നൽകും. പകരം ക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം ഉപേക്ഷിച്ച് അപ്പോളോ ദേവന് പൂജ ചെയ്യണം. എന്താ, സമ്മതമാണോ? ഇല്ല, ഇല്ല തിരുമനസേ. ഈ ലോകം മുഴുവൻ എന്റെ കാൽച്ചുവട്ടിൽ അമരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് യേശുനാഥന്റെ ദാസനായി കഴിയാനാണ്. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുനാഥനെ ഞാൻ തള്ളിപ്പറയുകയില്ല. 1000 വിശ്വാസ വീരന്മാർക്കൊപ്പം രക്തസാക്ഷിയായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്റെ ആത്മാവ് കൊതിക്കുകയാണ്. റോമാ സാമ്രാജ്യത്തിലെ പ്രതാപവാനായ ഡയോക്ലിഷ്യൻ ചക്രവർത്തി അങ്ങേക്ക് എത്ര വേണേലും എന്റെ ശരീരത്തിൽ പ്രഹരങ്ങളേൽപ്പിച്ച് വെട്ടിമുറിക്കാം. പക്ഷേ എന്റെ ആത്മാവിനെ സ്പർശിക്കാൻ അങ്ങേക്കാവില്ല. സർവശക്തനായ യേശുനാഥ, അവിടുത്തെ ദാസനായ ഈ ഗീവർഗീസ് അപേക്ഷിക്കുകയാണ്. എന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഏവർക്കും അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ യേശുനാഥ. ഞാനിതാ പൂർണ്ണമായും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുനാഥ, അങ്ങ് ദാനമായി നൽകിയ ഈ ജീവൻ ആ ദൈവത്തിനായി സന്തോഷത്തോടെ വെടിയാൻ അവിടുത്തെ ദാസനായ ഗീവർഗീസിത ശിരസ് നമിക്കുന്നു. ലോകം താത സഹോദരർ ജാതിയതും താറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു തന്നേറ്റം. ഇനിയും കഷ്ടപ്പെടുന്ന പൈശാചികമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധൻ നന്മകൾ വാരി വർഷിക്കട്ടെ.